അപ്പോൾ പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ സമ്മേളനം ഒക്ടോബറിൽ നടക്കും. കോഴിക്കോട്ടായിരിക്കുമെന്നറിയുന്നു. 1 ലക്ഷം പേർ പങ്കെടുക്കുന്ന വൻ സമ്മേളനം സംഘടിപ്പിക്കാനാണ് നീക്കം. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തകരെ ഉണർത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. ലിബി സുജീന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ് ലിബി. വൺസ് അഗെയിൻ അതൊരു നല്ല നീക്കമാണ്. കാരണം ബീഹാറിലെ വോട്ടധികാർ യാത്ര ബീഹാറിലെ കോൺഗ്രസിനെ മൊത്തത്തിലൊന്ന് ഉണർത്തിയിട്ടുണ്ട്. മാത്രമല്ല അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഒരുക്കം എന്ന നിലയിൽ കൂടി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അങ്ങനൊരു സമ്മേളനം നടന്നാൽ അത് പാർട്ടി അണികളെ മുഴുവൻ ചലിപ്പിക്കാനും സാധിക്കും. എന്നാൽ CPM-നെ കാര്യമായിട്ട് വിമർശിക്കാൻ കഴിയുകയുമില്ല. നല്ല നീക്കമാണ്. ഒക്ടോബറിൽ എപ്പോഴത്തേക്കുണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത് ലിബി? ഡോക്ടർ അരുൺ, ഒക്ടോബറിൽ ഉണ്ടായിരിക്കും. അത് മലബാറിലായിരിക്കും. രാഹുൽ ഗാന്ധിയുടെ ഒരു തീയതി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിൽ ഒരു പ്രോഗ്രാമിന്റെ അന്തിമ തീരുമാനം, അന്തിമ രൂപരേഖയാകുകയുള്ളൂ. എങ്കിലും ഒരു മഹാസമ്മേളനമായി 1 ലക്ഷം പേരോളം പങ്കെടുക്കുന്ന മഹാസമ്മേളനമായി അത് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വോട്ട് അധികാർ സമ്മേളനമായിരിക്കും. അതായത് വോട്ട് അധികാർ യാത്ര ബീഹാറിലേതിന് സമാനമായ രീതിയിൽ ബീഹാറിലാകട്ടെ 25 ജില്ലകളിലൂടെ 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ 16 ദിവസം നീണ്ട 1300 കിലോമീറ്റർ പിന്നിട്ട യാത്രയായിരുന്നല്ലോ. ആ യാത്ര പോലൊരു യാത്ര സംഘടിപ്പിക്കാനുള്ള സാവകാശം കേരളത്തിലില്ല. അതുകൊണ്ടാണ് അത് സമ്മേളനമായി സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് ചോർച്ച, വോട്ട് തിരിമറി വിവാദമൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുക എന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യവുമാണ്. അത് മാത്രമല്ല, വോട്ട് അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട ഇത്തരം പരിപാടികൾ എല്ലാ സംസ്ഥാനങ്ങളിലും സംഘടിപ്പിക്കാനുള്ള തീരുമാനം AICC എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അത് യാത്രയാക്കാനുള്ള സാവകാശമില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാസമ്മേളനം സംഘടിപ്പിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് റാലിയൊക്കെ ഉണ്ടായിരിക്കും. ഏതായാലും ഇത്തരത്തിലൊരു യാത്ര വരുമ്പോൾ തീർച്ചയായും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആഗതമായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി വന്ന് വോട്ട് ചോരിക്കെതിരെ ഇത്തരം ഒരു വലിയ ഒരു സമ്മേളനം സംഘടിപ്പിച്ച് അതിൽ ഉള്ളിൽ ഇത്തരം ആരോപണങ്ങൾ കോൺഗ്രസിന് പറയാനുള്ള വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ആവേശം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഡോക്ടർ അരുൺ, ഓക്കെ, തീർച്ചയായിട്ടും ബീഹാറിലെ വോട്ട് ചോരി യാത്ര ഗംഭീരമായിരുന്നില്ലേ? എത്ര ജനലക്ഷങ്ങളാണ് അതിൽ തടിച്ചുകൂടിയത്. അപ്പോൾ വോട്ടധികാർ സമ്മേളനവും തീർച്ചയായിട്ടും കേരളത്തിലും അത് വലിയ വിജയം ഉണ്ടാക്കും. പ്രത്യേകിച്ച് കോഴിക്കോട് മലബാർ മേഖലയിലാണെങ്കിൽ തന്നെ വലിയ പങ്കാളിത്തം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. നടക്കട്ടെ, ഉഷാറായി നടക്കട്ടെ.